ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. വളരെ വളരെ വിശേഷപ്പെട്ട ഒരു കഥയാണ്. ചിലർക്കൊക്കെ ഇത് അറിയാൻ സാധിക്കും. അറിയാവുന്നവരും ഒന്ന് കേട്ടുകൊള്ളുക. തീർച്ചയായിട്ടും ശ്രവണം അത് പുണ്യദായകം തന്നെ. പണ്ട് ഉദ്ദാലകൻ എന്നു പേരായ ഒരു മുനിയുണ്ടായിരുന്നു. ഈ ഉദ്ദാലകൻ്റെ പുത്രനാണ് ശ്വേതകേതു. അദ്ദേഹം മന്ത്രശാസ്ത്രത്തിൽ പാരംഗതനാണ്. ഉദ്ദാലക മുനിക്ക് കഹോടൻ എന്നു പേരുള്ള പ്രശസ്തനായ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഗുരുവിനെ ശുശ്രൂഷിക്കുന്നതിൽ ഈ കഹോടൻ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. ഉദ്ദാലക മുനിക്ക് തൻ്റെ ശിഷ്യനോട് വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേദങ്ങളെല്ലാം തന്നെ ഉദ്ദാലകൻ കഹോടന് ഉപദേശിച്ച് കൊടുത്തിരുന്നു. മിടുമിടുക്കനായ തൻ്റെ ഈ ശിഷ്യന് തൻ്റെ മകളായ സുജാതയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ശിഷ്യനായ കഹോടകന് സുജാതയെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. യഥാകാലം സുജാത ഗർഭിണിയായി. അഗ്നിസമാനം തേജസ്സുള്ള ഒരു പുത്രൻ ആ ഗർഭത്തിൽ വളരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഗർഭിണിയായ സുജാത അടുത്തിരുന്നപ്പോൾ കഹോടൻ ശിഷ്യന്മാർക്ക് വേദം ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. പിതാവ് ചൊല്ലിക്കൊടുത്ത വേദത്തിലെ ചില പോരായ്മകൾ ആ സമയം ഗർഭസ്ഥ ശിശു കണ്ടുപിടിക്കുന്നു. ഗർഭത്തിൽ കിടന്നുകൊണ്ട് തന്നെ ആ ശിശു അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ, അവിടുന്ന് രാപകൽ വേദം പഠിപ്പിക്കുകയാണല്ലോ, എന്നാൽ അത് തെറ്റുകുറ്റങ്ങൾ ഇല്ലാതാക്കുന്നില്ല. പണ്ഡിതനായ കഹോടനിൽ ഗർഭസ്ഥനായ ശിശു കുറ്റാരോപണം നടത്തിയത് അദ്ദേഹത്തിന് സഹിച്ചില്ല. ക്രുദ്ധനായി തീർന്ന അദ്ദേഹം ഉദരത്തിലിരുന്ന ആ ബാലകനെ ശപിക്കുകയാണ്. ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ നീ വക്രതയുള്ളവനായി കാണുന്നു. അതിനാൽ നിന്റെ ശരീരത്തിൽ 8 കൂനുകൾ ഉണ്ടാകട്ടെ. ഈ ശാപം മൂലം സുജാതയുടെ ഗർഭത്തിലുള്ള ശിശു 8 വളവുകളോടെ കാണപ്പെട്ടു. അങ്ങനെ ആ കുട്ടി അഷ്ടാവക്രൻ എന്ന് അറിയപ്പെട്ടു. പ്രസവം അടുക്കാറായപ്പോൾ പ്രസവത്തിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും പണം വേണം എന്ന് സുജാത തൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. പ്രസവാനന്തര ശുശ്രൂഷയ്ക്കുള്ള ധനം ഉണ്ടാക്കുന്നതിനായി ആ ഋഷിവര്യൻ രാജാവായ ജനകനെ സമീപിക്കുന്നു. എന്നാൽ ജനകസഭയിലെ ശാസ്ത്രവാദത്തിൽ കഹോടൻ പരാജയപ്പെടുകയാണ്. ആ സഭയിലെ കീഴ്വഴക്കമനുസരിച്ച് ശാസ്ത്രവാദത്തിൽ തോൽക്കുന്ന ആളെ ജലാശയത്തിൽ മുക്കിക്കളയുമായിരുന്നു. പണത്തിനു വേണ്ടിയാണ് കഹോടൻ വാദത്തിൽ ഏർപ്പെട്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം തോറ്റുപോയി. അതനുസരിച്ച് ജനകസഭയിലെ പണ്ഡിതന്മാർ കഹോടനെയും ജലാശയത്തിൽ താഴ്ത്തിക്കളഞ്ഞു. തൻ്റെ ശിഷ്യൻ്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് ഉദ്ദാലകന് വിവരം കിട്ടി. അദ്ദേഹം തൻ്റെ മകളായ സുജാതയുടെ അടുക്കൽ പോയി, പിറക്കാൻ പോകുന്ന നിന്റെ കുഞ്ഞിനോട് ഒരു കാരണവശാലും കഹോടൻ്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞുകൊടുത്തു. അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് സുജാത കഹോടകൻ്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് മകനായ അഷ്ടാവക്രനെ അറിയിച്ചില്ല. ഉദ്ദാലകൻ തന്നെയാണ് തൻ്റെ അച്ഛൻ എന്നാണ് അഷ്ടാവക്രൻ ധരിച്ചിരുന്നത്. അഷ്ടാവക്രന് 12 വയസ്സുള്ള കാലം അയാൾ അച്ഛൻ തന്നെയെന്ന് വിശ്വസിച്ചിരുന്ന ഉദ്ദാലകൻ്റെ മടിയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം അവിടെ ആര് വന്നു ചേർന്നു? ശ്വേതകേതു വന്നു ചേർന്നു. ഉദ്ദാലകന്റെ മടിയിൽ ഇരിക്കുന്ന അഷ്ടാവക്രനെ മടിയിൽ നിന്നും വലിച്ചിറക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഈ മടിത്തട്ട് നിന്റെ അച്ഛൻ്റേതല്ല,
ശ്വേതകേതുവിൻ്റെ ഈ കടുത്ത പ്രയോഗവും പ്രവൃത്തിയും അഷ്ടാവക്രൻ്റെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കി. തുടർന്ന് അഷ്ടാവക്രൻ വീട്ടിലോട്ട് ഓടിയെത്തി അമ്മയോട് ചോദിച്ചു, എൻ്റെ അച്ഛൻ എവിടെ പോയിരിക്കുന്നു? ഉത്തരം പറയാൻ മടിച്ചു നിന്ന സുജാതയെ അഷ്ടാവക്രൻ ശപിക്കുമെന്ന നിലയിലായപ്പോൾ ആ അമ്മ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി അഷ്ടാവക്രൻ ആ രാത്രിയിൽ തന്നെ ശ്വേതകേതുവിനെ ചെന്നു കണ്ടു. രണ്ടുപേരും ഒരുമിച്ച് രാജാവായ ജനകന്റെ യജ്ഞവേദിയിലേക്ക് പോകാമെന്ന് തീർച്ചയാക്കുന്നു. അവിടെ വിചിത്രമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് അറിയുന്നു. അവിടെ വലിയ വലിയ പണ്ഡിതന്മാരായ ബ്രാഹ്മണരുടെ ശാസ്ത്രാർത്ഥ വിചാരം, അതായത് വാദപ്രതിവാദം നമുക്കവിടെ കേൾക്കാം. അപ്രകാരം നിശ്ചയിച്ചുറച്ച് അവർ രണ്ടുപേരും ജനകരാജാവിൻ്റെ യജ്ഞസഭയിലേക്ക് പോകുന്നു. യജ്ഞശാലയ്ക്കുള്ളിലേക്ക് കടക്കുവാൻ ശ്രമിക്കവേ ദ്വാരകപാലകന്മാർ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ബാലകന്മാർക്ക് പ്രവേശനമില്ല. ഇത് യജ്ഞശാലയാണ്. വൃദ്ധന്മാരും വിദ്വാൻമാരുമായ ബ്രാഹ്മണർ മാത്രമേ ഈ സഭയിൽ പ്രവേശിക്കാറുള്ളൂ. ഇത് രാജാവിൻ്റെ ആജ്ഞയാണ്. ഈ സമയം അഷ്ടാവക്രൻ മറുപടി പറഞ്ഞു, ഹേ ദ്വാരപാലക, മനുഷ്യർക്ക് വളരെ പ്രായമാകുമ്പോൾ മുടി നരച്ചെന്നു വരാം, ധനശേഷി കുറഞ്ഞെന്നും വരാം. ബ്രാഹ്മണന്മാരെ സംബന്ധിച്ചിടത്തോളം വേദപണ്ഡിതനാണ് മഹാൻ. ഈ നിലയിൽ ഋഷിമാർ ഇവിടെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രാജസഭയിൽ ബന്ദി എന്നു പേരുള്ള ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തെ ഞാൻ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി താങ്കൾ ആ അറിയിപ്പ് രാജാവിന് എത്തിക്കുക. ഇവിടുത്തെ ആസ്ഥാന പണ്ഡിതന്മാരോട് ഞങ്ങൾ ഇന്ന് വാദത്തിൽ ഏർപ്പെടുന്നത് താങ്കൾക്ക് കാണാൻ സാധിക്കും. അസ്ത്രവാദങ്ങൾ പുരോഗമിക്കുമ്പോൾ ബന്ദി പരാജിതനാകുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദ്വാരപാലകർ ഇത് കേട്ടപ്പോൾ, ശരി ശരി, എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളെ സഭയിലെത്തിക്കാൻ ശ്രമിക്കാം എന്ന് പറയുന്നു. എന്നാൽ അവിടെ എത്തുന്ന നിങ്ങൾ രണ്ടുപേരും വിദ്വാൻമാർക്ക് യോഗ്യമായ നിലയിൽ പെരുമാറുന്നത് എനിക്ക് കാണണം. ഇങ്ങനെയും കൂടി അദ്ദേഹം, അതായത് ഈ ദ്വാരപാലകൻ പറയുന്നു. ഇപ്രകാരം പറഞ്ഞ് ദ്വാരപാലകൻ അവരെ രാജാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. രാജാവിനെ കണ്ട അഷ്ടാവക്രൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ജനകവംശ രാജാക്കന്മാരിൽ അങ്ങേക്ക് പ്രമുഖമായ സ്ഥാനമുണ്ട്. അവിടുന്ന് ചക്രവർത്തിയാണ്. ഇവിടെ ബന്ദി എന്നു പേരുള്ള ഒരു പണ്ഡിതനുണ്ട് എന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ ബ്രാഹ്മണരെ എല്ലാവരെയും വാദത്തിൽ തോൽപ്പിക്കുകയും അങ്ങയുടെ സേനാസഹായത്തോടെ അവരെ മുക്കിക്കൊല്ലുകയും ചെയ്യുന്നു. ഈ കാര്യം നേരിട്ട് മനസ്സിലാക്കിയ ഞാൻ ബന്ദിയുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ ബന്ദി എവിടെയാണ്? ഞാൻ അയാളുമായി വാദത്തിൽ ഏർപ്പെടട്ടെ. അത് കേട്ടപ്പോൾ രാജാവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഈ ബന്ദിയുടെ മഹത്വം അനേകം ദേവതമാരും ബ്രാഹ്മണന്മാരും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശക്തി അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പറയുന്നത്. അത് കേട്ടപ്പോൾ അഷ്ടാവക്രൻ, അങ്ങ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, എന്താണ് സംഭവിക്കുന്നതെന്ന് അങ്ങേക്ക് നേരിട്ട് ബോധ്യപ്പെടാമല്ലോ. ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വീണ്ടും രാജാവ് പറയുകയാണ്, തോറ്റാൽ വെള്ളത്തിൽ മുക്കിക്കൊല്ലും, അതാണ് കീഴ്വഴക്കം. അഷ്ടാവക്രൻ പക്ഷേ പിന്തിരിഞ്ഞില്ല. അത് കേട്ടപ്പോൾ എന്തും വരട്ടെ എന്ന് രാജാവ് കരുതുന്നു. എങ്കിലും ഈ കുട്ടിയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് രാജാവ് തീരുമാനിക്കുന്നു. എന്നിട്ട് രാജാവ് ഇങ്ങനെ ചോദിക്കുന്നു, ഉറങ്ങുന്ന വേളയിൽ ആരാണ് കണ്ണടയ്ക്കാത്തത്? ജന്മം ലഭിച്ചതിനു ശേഷം ആർക്കാണ് ഗതിയില്ലാതാകുന്നത്? ആർക്കാണ് ഹൃദയമില്ലാതാകുന്നത്? പെട്ടെന്ന് ആരാണ് വളരുന്നത്? അത് കേട്ടപ്പോൾ അഷ്ടാവക്രൻ ഇങ്ങനെ മറുപടി പറഞ്ഞു,
മത്സ്യങ്ങൾ ഉറങ്ങുന്ന വേളയിൽ കണ്ണടയ്ക്കാറില്ല. മുട്ടയായി പിറന്നു കഴിഞ്ഞത് പിന്നെ ചലിക്കാറില്ല. കല്ലിന് ഹൃദയമില്ല, നദിയാണ് വേഗത്തിൽ വളരുന്നത്. ഇതു കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഭവാന്മാർ ദേവതമാരെ പോലെ പ്രഭാവശാലികളാണ്. നിങ്ങൾ മനുഷ്യരാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. നിങ്ങൾ കാണുന്നത് പോലെ ബാലകന്മാരുമല്ല. നിങ്ങൾ ജ്ഞാനവൃദ്ധന്മാർ തന്നെ. വാദവിവാദങ്ങളിൽ നിങ്ങൾക്കു തുല്യരാരുമില്ല എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടിതാ നിങ്ങൾ സഭാമണ്ഡപത്തിലേക്ക് പൊയ്ക്കൊള്ളുക. വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊള്ളുക. ഇതായിരിക്കുന്നു നിങ്ങൾ അന്വേഷിച്ച ബന്ദി. ഉടൻ തന്നെ അഷ്ടാവക്രൻ ബന്ദിയുടെ നേരെ തിരിഞ്ഞു. അങ്ങാണല്ലോ സകല ബ്രാഹ്മണരെയും സകല വിദ്വാൻമാരെയും തോൽപ്പിക്കുന്ന ശ്രേഷ്ഠനായ ബന്ദി. അങ്ങയെ തോൽപ്പിക്കുന്നവരെ ഒക്കെ തന്നെ അങ്ങ് മുക്കിക്കൊല്ലുകയും ചെയ്യുന്നല്ലോ. ഈ നിയമം അങ്ങുണ്ടാക്കിയതാണോ? എന്തായാലും ഇന്ന് അങ്ങ് തോൽക്കും. എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വായ തുറക്കാൻ പോലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. പ്രളയാഗ്നിയുടെ മുന്നിൽ നദി വറ്റിപ്പോകുമല്ലോ. ആ നിലയിൽ എൻ്റെ മുമ്പിൽ നിങ്ങളുടെ വാദശക്തി അസ്തമിച്ചു പോകും. ഇനി നിങ്ങൾ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരണം. ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാം. ഇങ്ങനെ ക്രുദ്ധനായി നിറഞ്ഞ സദസ്സിൽ അഷ്ടാവക്രൻ ഇപ്രകാരം പറയവേ ബന്ദി മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, അഷ്ടാവക്ര, ഒരേ അഗ്നി തന്നെ നാനാതരത്തിൽ പ്രകാശിക്കുന്നു. ഒരു സൂര്യൻ സമസ്ത പ്രപഞ്ചത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രുക്കളെ കൊന്നൊടുക്കുന്ന ഒരേ ഒരു വീരനേയുള്ളൂ, അതാണ് ദേവേന്ദ്രൻ. പിതൃക്കളുടെ ദേവതയായും യമരാജൻ മാത്രമേ ഉള്ളൂ. ഇതു കേട്ട അഷ്ടാവക്രൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ദ്രനും അഗ്നിയും രണ്ടു ദേവതമാരാണ്. നാരദനും പർവ്വതവും രണ്ട് ദേവർഷിമാരാണ്. അശ്വിനി കുമാരന്മാരും രണ്ടു തന്നെ. വണ്ടിച്ചക്രവും രണ്ടു തന്നെ. ഇങ്ങനെ വാദപ്രതിവാദം തുടരുകയാണ്. അവസാനം ബന്ദി ഇങ്ങനെ പറഞ്ഞു, ദിവസങ്ങളിൽ ത്രയോദശി ഉത്തമമാണ്. ഈ ഭൂമിയിൽ 12 ദ്വീപുകളുണ്ട്. ഇത്രയും പറഞ്ഞ് ബന്ദി ഇടയ്ക്കൊന്ന് നിർത്തി. 13 എന്ന സംഖ്യയുടെ കാര്യത്തിൽ പൂർണ്ണതയില്ലാതെ നിർത്തിയതിനു ശേഷം ബന്ദി മൗനം തുടർന്നപ്പോൾ അഷ്ടാവക്രൻ പൂർത്തിയാക്കി. അഗ്നിയും വായുവും സൂര്യനും 13 ദിവസം യജ്ഞത്തിൽ പങ്കുകൊള്ളും. അതിഛന്ദസ് എന്ന വൃത്തത്തിന് 13 അക്ഷരങ്ങളുണ്ട്. അങ്ങനെ അഷ്ടാവക്രൻ പൂർത്തിയാക്കുകയാണ്. അതായത് ബന്ദി ഒന്നിനെ പറ്റി സംസാരിക്കുമ്പോൾ അഷ്ടാവക്രൻ 2നെ പറ്റി സംസാരിക്കും. അപ്പോൾ ബന്ദി 3നെ പറ്റി സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് 12 വരെ വന്നു. 12 വന്നപ്പോൾ പിന്നെ മുമ്പോട്ട് പോകാൻ ബന്ദിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അഷ്ടാവക്രൻ പൂർത്തിയാക്കുകയാണ്. താൻ പൂർത്തിയാക്കാതെ നിർത്തിയ 13ന്റെ കാര്യം അഷ്ടാവക്രൻ പൂർത്തിയാക്കുന്നത് കണ്ടപ്പോൾ ബന്ദിയുടെ മുഖം താണു. എന്നാൽ അഷ്ടാവക്രൻ കാര്യങ്ങൾ ചൊല്ലുന്നത് നിർത്തിയില്ല. സഭയിലെ പണ്ഡിതന്മാർ മുഴുവനെത്തി. അഷ്ടാവക്രൻ തുടർന്ന് ചൊല്ലിക്കൊണ്ടേയിരുന്നു. അഷ്ടാവക്രന്റെ അരികിൽ ഓടിയെത്തി അദ്ദേഹത്തിന് സമ്മാനങ്ങൾ അവരെല്ലാവരും തന്നെ നൽകാനും തുടങ്ങി. അഷ്ടാവക്രൻ പറഞ്ഞു, ഹേ രാജാവേ, ഈ ബന്ദി വാദത്തിൽ അനേകം പേരെ തോൽപ്പിച്ച് മുക്കിക്കൊന്നിട്ടുണ്ട്. ഇപ്പോൾ ഇയാൾ തോറ്റിരിക്കുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ ഇയാളെയും മുക്കിക്കൊല്ലണം. ഇത് കേട്ടപ്പോൾ ബന്ദി ഇങ്ങനെ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ വരുണന്റെ പുത്രനാണ്.
എൻ്റെ അച്ഛൻ്റെ രാജ്യത്തിലും 12 വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞം നടക്കുകയാണ്. ആ യജ്ഞം നടത്തിക്കുവാൻ വേണ്ടി വെള്ളത്തിൽ മുക്കുന്നു എന്ന പ്രഹസനത്തിൽ ഈ വിദ്വാൻമാരെ എല്ലാവരെയും വരുണലോകത്തിലേക്ക് അയക്കുകയായിരുന്നു ഞാൻ. അവരെല്ലാം ഇപ്പോൾ തന്നെ ഇവിടെ മടങ്ങി വരും. അഷ്ടാവക്രൻ എനിക്ക് പൂജനീയനാണ്. ഇദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ട് ജലത്തിൽ മുങ്ങി ഞാൻ എൻ്റെ അച്ഛനെ പെട്ടെന്നു തന്നെ ചെന്ന് കണ്ടുകൊള്ളാം. ഇത്രയും കേട്ടപ്പോൾ ജനകൻ ഇങ്ങനെ പറഞ്ഞു, അഷ്ടാവക്രദേവ, അങ്ങയുടെ ദിവ്യവാണികൾ ഞാൻ കേൾക്കുന്നു. അങ്ങ് മഹാന്മാരിലും മഹാനാണ്. അങ്ങിതാ ബന്ദിയെ പരാജയപ്പെടുത്തിക്കഴിഞ്ഞു. അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് ഇപ്പോൾ തന്നെ ബന്ദിയെ ജലത്തിൽ മുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അപ്പോൾ ബന്ദി ഇങ്ങനെ പറഞ്ഞു, മഹാരാജാവേ, വരുണപുത്രനായ എനിക്ക് ജലത്തിൽ മുങ്ങുന്നതിൽ തെല്ലും വിഷമമില്ല. വളരെ കാലമായി വരുണലോകത്ത് വസിക്കുന്ന അഷ്ടാവക്രൻ്റെ പിതാവായ കഹോടകൻ ഇപ്പോൾ തന്നെ അഷ്ടാവക്രനെ വന്നു കാണും. ഇങ്ങനെ ബന്ദി പറയുകയാണ്. സഭയിൽ ഇപ്രകാരം സംഭാഷണം നടക്കവേ ആഴിയിൽ ആണ്ടുപോയ എല്ലാ ബ്രാഹ്മണരും വരുണദേവനാൽ ബഹുമാനിക്കപ്പെട്ടവരായി വെള്ളത്തിനു വെളിയിൽ വന്നു ചേർന്നു. തുടർന്ന് എല്ലാവരും ജനകസഭയിലെത്തി. അക്കൂട്ടത്തിൽ അഷ്ടാവക്രൻ്റെ പിതാവായ കഹോടനും ഉണ്ടായിരുന്നു. കഹോടൻ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യർ ഇത്തരത്തിലുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനായിരിക്കണം പുത്രന്മാരെ ആശ്രയിക്കേണ്ടത്. ഏതു കാര്യം എനിക്ക് സാധിച്ചില്ലയോ അതിതാ എൻ്റെ പുത്രൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹേ രാജാവേ, ദുർബലന്മാരായ ചില മനുഷ്യർക്ക് മിടുക്കരായ ശക്തരായ മനുഷ്യർ മക്കളായി ജനിക്കാറുണ്ട്. കൂടാതെ മരമണ്ടന്മാർക്ക് അതീവ ബുദ്ധിശാലികളായ സന്താനങ്ങളും ഉണ്ടാകാറുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ കലാശിച്ചിരിക്കെ രാജാവിൻ്റെ അനുമതിയോടുകൂടി ബന്ദി സമുദ്രത്തിലേക്ക് പോയി. അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണരെല്ലാവരും അഷ്ടാവക്രനെ പൂജിച്ചു. അഷ്ടാവക്രൻ തൻ്റെ പിതാവിനെയും പൂജിച്ചു. തുടർന്ന് തൻ്റെ അമ്മാവനായ ശ്വേതകേതുവിനെയും അച്ഛനായ കഹോടനെയും കൂട്ടി അഷ്ടാവക്രൻ തൻ്റെ ആശ്രമത്തിലേക്ക് പോയി. അവിടെ കഹോടൻ്റെ നിർദ്ദേശമനുസരിച്ച് അഷ്ടാവക്രൻ ഗംഗാനദിയിൽ മുങ്ങി നിവർന്ന അഷ്ടാവക്രൻ്റെ കൂനുകളും വളവുകളുമെല്ലാം തന്നെ വിട്ടകന്നു. അഷ്ടാവക്രൻ മുങ്ങുകയാൽ ആ നദിയും പവിത്രമായി തീർന്നു. ആ നദിയിൽ സ്നാനം ചെയ്യുന്ന പുരുഷൻ സർവപാപ മോചിതനാകും. ഇതാണ് അഷ്ടാവക്രൻ്റെ കഥ. അഷ്ടാവക്രൻ ഗർഭപാത്രത്തിൽ ശയിക്കുന്ന കാലത്തു തന്നെ മഹാപണ്ഡിതനായിരുന്നു. സ്വന്തം അച്ഛൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച മകനായിരുന്നു അഷ്ടാവക്രൻ. ഈ അസാധാരണതയെ 2 വിധത്തിൽ ജനം ചിന്തിച്ചുവെന്ന് വരാം. ഗർഭസ്ഥനായ ശിശുവിൻ്റെ പാണ്ഡിത്യത്തിൽ അഭിമാനിക്കാം, അതിനെ പുകഴ്ത്താം. രണ്ടാമത് അച്ഛൻ്റെ കുറവെടുത്തു കാട്ടി അച്ഛനെ മാനം കെടുത്തി എന്നു വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. കഹോടനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തേതാണ് കഹോടൻ എന്തു ചെയ്തത്, ചിന്തിച്ചത്. അതുകൊണ്ടാണ് അയാൾ എന്തു ചെയ്തത്, ഗർഭസ്ഥ ശിശുവിനെ ശപിച്ചത്. എന്തു തന്നെയായാലും തൻ്റെ അച്ഛനെ രക്ഷിക്കുന്നവനായിരിക്കണം പുത്രൻ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അങ്ങനെ തെറ്റു ചെയ്തിട്ട് തൻ്റെ പിതാവിൻ്റെ കുറ്റം കൊണ്ട് തനിക്ക് ശരീരത്തിന് വളവ് ഉണ്ടായിട്ട് പോലും ആ പിതാവിന് സാധിക്കാത്ത കാര്യം ചെയ്ത് പിതാവിന് സന്തോഷമുണ്ടാക്കി കൊടുത്തവനാണ് ആര്, അഷ്ടാവക്രൻ. അങ്ങനെ ആയിരിക്കണം ഒരു പുത്രൻ എന്നും ഇവിടെ പറഞ്ഞു വെക്കുന്നു. ശരിയല്ലേ? പല ആളുകളും നമ്മളോട് പറയില്ലേ, എനിക്കൊരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ എനിക്കത് സാധിച്ചില്ല, എൻ്റെ മകനിലൂടെ ഞാൻ ആ സ്വപ്നം നിറവേറ്റിയെന്ന്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ കഥ ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാമായിരുന്നു, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.